ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും യൂസ്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. ഒരൊറ്റ ടോപ്പിക്കാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെൻറ്റൻസ് നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്നൊരു ക്ലാസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ടോപ്പിക്ക് എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരുപാട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കും സംസാരിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. ഇപ്പൊ ഞാൻ എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോവുക എന്നുള്ളതാണ്. അതിന്റെ പല സെന്റൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു കഴിഞ്ഞൊരു കാര്യമാണല്ലോ. ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടുഡേ. ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടുഡേ. ഇനി ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൾ ഹോസ്പിറ്റലിൽ ആയിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൾ ഹോസ്പിറ്റലിൽ ആയിരുന്നു. ഇത് പറയാൻ വേണ്ടിയിട്ട് ഷീ വാസ് അറ്റ് ദ ഹോസ്പിറ്റൽ വെൻ ഐ വെന്റ് ദർ. അല്ലേ, പിന്നെ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതായത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു എന്നാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യാറ്. ഷീ വാസ് അറ്റ് ദ ഹോസ്പിറ്റൽ, അവൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൾ ഹോസ്പിറ്റലിൽ ആയിരുന്നു. വെൻ ഐ വെന്റ് ദർ, ഞാൻ അവിടെ പോയപ്പോൾ. ഇനി സിമ്പിൾ ആയിട്ട് പറയാം. ഇനി അവൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയില്ല. ഇത് വേറൊരു ടൈപ്പ് സെന്റൻസ് അല്ലെ. അവൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയില്ല എന്നുള്ളത് ഇന്നലത്തെ കാര്യമാണ്. ഹേ ഡിഡ്ന്റ് ഗോ ടു ദ ഹോസ്പിറ്റൽ യെസ്റ്റർഡേ. ഹേ ഡിഡ്ന്റ് ഗോ ടു ദ ഹോസ്പിറ്റൽ യെസ്റ്റർഡേ. അവൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയി, പക്ഷേ എനിക്ക് ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയി, ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ അതർ ഡേ. കഴിഞ്ഞ ദിവസം, അതർ ഡേ. ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയി, ബട്ട് ഐ കുഡിന്റ് സീ ദ ഡോക്ടർ. പക്ഷെ എനിക്ക് ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയാ? ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ അതർ ഡേ ബട്ട് ഐ കുഡിന്റ് സീ ദ ഡോക്ടർ. ഓക്കെ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഇപ്പൊ എത്തിയതേ ഉള്ളൂ എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഇങ്ങനെ ജസ്റ്റ് മൊമെന്റ് പറയുന്നതിന് നമ്മൾ ഹാവ് ജസ്റ്റ് എന്ന് യൂസ് ചെയ്യാം. ഐ ഹാവ് ജസ്റ്റ് കം ബാക്ക് ഫ്രം ദ ഹോസ്പിറ്റൽ. ഐ ഹാവ് ജസ്റ്റ് കം ബാക്ക് ഫ്രം ദ ഹോസ്പിറ്റൽ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ, തിരിച്ചു വന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ എത്തിയതേ ഉള്ളൂ. നാളെ എന്തായാലും എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഇങ്ങനെ പറയാറുണ്ടല്ലോ. അത് നിർബന്ധമാണ്, പോകാതിരിക്കാൻ പറ്റില്ല. അപ്പം നാളെ എന്തായാലും എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാവ് ടു യൂസ് ചെയ്ത് പറയാറുണ്ട് അല്ലെ. ഐ ഹാവ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ ടുമോറോ നോ മാറ്റർ വാട്ട്. ഈ നോ മാറ്റർ വാട്ട് എന്ന് പറയുന്നത് ഒന്നും കൂടി നമുക്കതൊരു തറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഒരു സംശയമില്ല എന്നൊക്കെ പറയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നോ മാറ്റർ വാട്ട് എന്ന് പറയുന്നത്. അപ്പൊ നാളെ എന്തായാലും എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളതിന് ഐ ഹാവ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ ടുമോറോ ഇത് മതി. പക്ഷെ ഒന്നും കൂടി നമുക്ക് എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് നോ മാറ്റർ വാട്ട് എന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നീ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. എന്തെങ്കിലും ഒരു പ്രധാന അസുഖം, അപ്പം നമ്മൾ പറയാറുണ്ട് നീ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അല്ലേ. പോകേണ്ടി വരും, ഇതേതാ? വരാനിരിക്കുന്ന കാര്യമാണ്. അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? യു വിൽ ഹാവ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ നൗ. എന്താണ്? യു വിൽ ഹാവ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ നൗ. നീ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഓക്കെ, ഇനി നമ്മൾ ഒരാളോട് ചോദിക്കണേ, നീ ഹോസ്പിറ്റലിൽ പോയതാണോ അല്ലെ? നീ ഹോസ്പിറ്റലിൽ പോയതാണോ? അതായത് ഇവിടെ പോയതാണോ എന്ന് ചോദിക്കുമ്പം ഇതൊരു ഇപ്പം നടക്കുന്നൊരു പ്രവൃത്തിയല്ല. പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ നീ ഹോസ്പിറ്റലിൽ പോയോ എന്നുള്ളൊരു കഴിഞ്ഞ കാര്യം ചോദിക്കാന് ഡിഡ് യു ഗോ ടു ദ ഹോസ്പിറ്റൽ. ഡിഡ് യു ഗോ ടു ദ ഹോസ്പിറ്റൽ. നീ ഹോസ്പിറ്റലിൽ പോയോ, അല്ലെങ്കിൽ നീ ഹോസ്പിറ്റലിൽ പോയതായിരുന്നോ എന്നൊക്കെ ചോദിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഡിഡ് യു ഗോ ടു ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഹോസ്പിറ്റലിലാണ്, കുറച്ച് വൈകും എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ ഹോസ്പിറ്റലിലാണ്, കുറച്ച് വൈകും അല്ലേ. ഇത് നമുക്ക് ഹോസ്പിറ്റലല്ലേ, വേറെ എന്തും പറയാട്ടോ. ഐ ആം അറ്റ് ദ ഹോസ്പിറ്റൽ, ഐ വിൽ ബി എ ലിറ്റിൽ ലേറ്റ്. ഐ ആം അറ്റ് ദ ഹോസ്പിറ്റൽ, ഐ വിൽ ബി ലിറ്റിൽ ലേറ്റ്. ഞാൻ ഹോസ്പിറ്റലിലാണ്, കുറച്ച് വൈകും അല്ലേ, നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. ഓക്കെ, എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. ഇത് നമുക്കൊരു അത്യാവശ്യ സന്ദർഭമാണെങ്കിൽ നമ്മൾ എന്ത് പറയണം?
എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. നമ്മൾ നിർബന്ധ ഘട്ടം പറയുന്ന സമയത്ത് നമ്മൾ ഹാവ് ടു ഒക്കെ യൂസ് ചെയ്ത് പറഞ്ഞു. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം ഇങ്ങനെ പറയുമ്പോൾ ഐ നീഡ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ നൗ എന്ന് പറയാട്ടെ. നീഡ് ടു യൂസ് ചെയ്ത് പറയാം. ഐ നീഡ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ നൗ. എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം. നീ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ എന്നെ വിളിക്കൂ എന്ന് പറയാറുണ്ട് അല്ലെ. നീ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ, നീ ഓഫീസിൽ പോയി വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ നീ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ എന്നെ വിളിക്കൂ. കോൾ മീ വെൻ യു കം ബാക്ക്. നീ പോയി തിരിച്ചു വരുമ്പോൾ എന്നല്ല. അപ്പം കോൾ മീ വെൻ യു കം ബാക്ക് ഫ്രം ദ ഹോസ്പിറ്റൽ. കോൾ മീ വെൻ യു കം ബാക്ക് ഫ്രം ദ ഹോസ്പിറ്റൽ. നീ ഹോസ്പിറ്റലിൽ നിന്ന് പോയി വരുമ്പോൾ എന്നെ വിളിക്കൂ. എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് ചോദിക്കാറുണ്ടല്ലോ. എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത്? നമ്മോട് ഒരാൾ ഇങ്ങനെ ചോദിക്കണമെങ്കിൽ നമുക്കൊരാളോട് ഇങ്ങനെ ചോദിക്കണം, എനിക്ക് എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് അല്ലേ? ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എപ്പോഴാണെന്നുള്ള WH ക്വസ്റ്റ്യൻ വേണം. വെൻ ഡു യു ഹാവ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ? വെൻ ഡു യു ഹാവ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ? എപ്പോഴാണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത് അല്ലെങ്കിൽ പോകാനുള്ളത് എന്നാണ് ഹാവ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. വെൻ ഡു യു ഹാവ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ? എപ്പോഴാണ് നിനക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത്? ഓക്കെ, അവിടെ നമ്മൾ ഹാവ് ടു യൂസ് ചെയ്യാം കേട്ടോ. നീ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകും ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ അല്ലെ. നീ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകും അല്ലെ? വരാനുള്ള കാര്യമാണ്. ഇപ്പൊ വണ്ടിയില്ല അല്ലെങ്കിൽ ആളില്ല, ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചോദിക്കാം നീ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകും? ഹൗ വിൽ യു ഗോ ടു ദ ഹോസ്പിറ്റൽ? ഹൗ വിൽ യു ഗോ ടു ദ ഹോസ്പിറ്റൽ? നീ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകും? ഹോസ്പിറ്റൽ ഇവിടെ അടുത്താണോ? ഹോസ്പിറ്റൽ ഇവിടെ അടുത്താണ്. ഈ ഹോസ്പിറ്റൽ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടല്, ഓഫീസ്, ബസ് സ്റ്റോപ്പ് ഇതൊക്കെ ഇങ്ങനെ ചോദിക്കാനായിട്ട് പറ്റും. ഹോസ്പിറ്റൽ ഇവിടെ അടുത്താണോ? ഈസ് ദ ഹോസ്പിറ്റൽ നിയർ ഹിയർ? ഈസ് ദ ഹോസ്പിറ്റൽ നിയർ ഹിയർ? ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം നമ്മൾ ഇങ്ങനെ പറയണം, എനിക്കൊരു ഡോക്ടറെ കാണണം, അത് അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം, എനിക്കൊരു ഡോക്ടറെ കാണണം. ഐ നീഡ് ടു സീ എ ഡോക്ടർ അല്ലേ? അല്ലെങ്കിൽ ഐ നീഡ് ടു കൺസൾട്ട് എ ഡോക്ടർ എന്ന് പറയാം. ഇവിടെ നമ്മൾ നീഡ് ടു യൂസ് ചെയ്യുന്നത് അത്യാവശ്യമായിട്ടാണ്. എനിക്കൊരു ഡോക്ടറെ കാണണം. ഡോക്ടർ തിരക്കിലാണെന്ന് പറയാം. ഡോക്ടർ ഇപ്പോൾ തിരക്കിലാണ്. ഡോക്ടർ ഈസ് ബിസി നൗ. ദ ഡോക്ടർ ഈസ് ബിസി നൗ. ഡോക്ടർ ഇപ്പോൾ തിരക്കിലാണ്. ഡോക്ടർ ഉടൻ നിങ്ങളെ കാണും. ഡോക്ടർ ഉടൻ നിങ്ങളെ കാണും. ഒരു സിസ്റ്റർക്കൊക്കെ പറയാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് കേട്ടോ. ഡോക്ടർ ഉടൻ നിങ്ങളെ കാണും. ദ ഡോക്ടർ വിൽ സീ യു സൂൺ. ദ ഡോക്ടർ വിൽ സീ യു സൂൺ. ഡോക്ടർ ഉടൻ നിങ്ങളെ കാണും. ഇന്ന് ഹോസ്പിറ്റലിൽ നല്ല തിരക്കാണ്. ഇത് നമ്മൾ പറയാറുണ്ടല്ലേ, ഇന്ന് ഹോസ്പിറ്റലിൽ നല്ല തിരക്കാണെന്ന് പറയാറുണ്ടല്ലോ. ദ ഹോസ്പിറ്റൽ ഈസ് ക്രൗഡഡ് ടുഡേ. ദ ഹോസ്പിറ്റൽ ഈസ് ക്രൗഡഡ് ടുഡേ. ഇന്ന് ഹോസ്പിറ്റലിൽ നല്ല തിരക്കാണ്. അപ്പോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളതും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഒരു നല്ലൊരു ടോപ്പിക് എടുത്തിട്ട് നിങ്ങളും പ്രാക്ടീസ് ചെയ്യുക. പല തരത്തിൽ നമ്മൾ പഠിച്ച എല്ലാ വെർബിന്റെ ഫോമും യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഗ്രാമർ ബേസ് ചെയ്തിട്ടൊക്കെ, ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. എങ്കിലും നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ബൈ ഹാർട്ടായി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം. ഞാൻ ബസ്സിന് അരമണിക്കൂർ കാത്തു നിന്നു. ഇവിടെ ഞാനൊരു സെന്റൻസ് തരാം, വിട്ടുപോയത് നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ഐ ഡേഷ് ഫോർ ദ ബസ് ഫോർ ഹാഫ് ആൻ അവർ. വെയിറ്റ്, വെയിറ്റിംഗ്, വെയിറ്റഡ്. ഏതാണ് ഇവിടെ സ്യൂട്ട് ആയത് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫുഡ് വാസ് വെരി ഹോട്ട്. ദ ഫുഡ് വാസ് വെരി ഹോട്ട്. ഫുഡ് നല്ല ചൂടായിരുന്നു. സോ ഐ ഡേഷ് ഓൺലി എ ലിറ്റിൽ. സോ ഐ ഡേഷ് ഓൺലി എ ലിറ്റിൽ. ഇവിടെ ഈറ്റ്, എയ്റ്റ്, ഈറ്റ് ഏതാണ് ഇവിടെ സ്യൂട്ട് ആയത്? അതായത് ഭക്ഷണം നല്ല ചൂടുണ്ടായിരുന്നു, സോ ഞാൻ കുറച്ച് കഴിച്ചു. അപ്പൊ ഇവിടെ ഏതാണ് സ്യൂട്ട് ആയത് എന്നുള്ള ഈ 2 ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പറയണം കേട്ടോ. അതായത് രണ്ടും ഫില്ല് ചെയ്യാനാണ്. വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കുക. ഞാൻ തരുന്ന എല്ലാ ക്വസ്റ്റ്യൻസ്, സെന്റൻസുകൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.